എന്നോട് ഈ X200 Pro എടുക്കുമ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇത്രയും വില കൊടുത്തിട്ട് ഈ വിവോൻ്റെ ഒരു ഫോൺ വാങ്ങിക്കണേ, വിവോൻ്റെ ഫോൺ ഇത്രയും ഔട്ട് തരാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഈ ഫോൺ എന്തുകൊണ്ട് എടുത്തില്ല. കഴിഞ്ഞ മാസം എൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തിട്ട് നമ്മുടെ X200 Pro എടുത്തിട്ട് ഒരു തവണ അവരുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യണ സമയത്തും അതേപോലെ തന്നെ ഹൽദിയുടെ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ഈ X200 Pro ഇതിനൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ പ്രൊഫഷണലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയേണ്ടിയിട്ട് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഇതിൽ കുറേ പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫോൺ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ കുറച്ച് ഫോട്ടോസും സ്റ്റിൽസും ഒക്കെ എടുത്തിട്ട് നമുക്കറിയാം, നിങ്ങൾ പല ഫീച്ചറിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കൊരു DSLR അടുത്ത് വെട്ടാൻ മാത്രമൊന്നും ഒരു ഫോൺ ക്യാമറയ്ക്ക് അല്ലെങ്കിൽ സെൻസറിനോ അത്ര ഒരു കപ്പാസിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഈ X200 Pro നമുക്ക് തരുന്ന ഔട്ട് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഇമേജസ് ആണ്. പോർട്രേറ്റിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് X200 Pro കൊടുക്കുന്നുണ്ട്. ഈ പോസിൻ്റെ ക്രെഡിറ്റ് ഒന്നും എനിക്കല്ല, അത് അതിൻ്റെ ക്യാമറമാനാണ്, വെയിലാണ് ചെയ്തതെന്ന് തോന്നുന്നു. അതിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടായിരുന്നു, ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്യാം. അതല്ലാതെ ഫോട്ടോസ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട് എങ്ങനെയുണ്ട്, അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ദ റിസൾട്ട് ഈസ് റിയലി സൂപ്പർ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പൂക്കും കുന്നിന്മേലൊരു കുഞ്ഞിളം കിളി പാടുന്നു, അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു. വെള്ളിയാഴ്ച പുലർച്ചയോ ഉള്ളോ പൂങ്കൂടം കൊട്ടുന്നു, നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു.